കോട്ട് കോളർ വരുന്ന ഈ ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണാൻ പോകുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ട് ഇതാ ഒക്കത്തിരിക്കുന്ന മുതലിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കണം കേട്ടോ. ചെക്കൻ വളർന്നനുസരിച്ച് കുസൃതിയും കൂടി കൂടി വരാട്ടാ. എനിക്കാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഒറ്റ ഇരിപ്പിന് സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അലമാര കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തോളം പകുതി സ്റ്റിച്ച് ചെയ്ത സംഭവം അവിടെ അങ്ങോട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം അവനെ അവിടെ കൊണ്ടുവന്നാക്കി. കഴിഞ്ഞ ദിവസം ചിറ്റയുടെ വീട്ടിൽ പോയപ്പോൾ ചിറ്റ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വെച്ച കുറേ കട്ട് പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു സംഭവം. നീളനെ ആയിട്ടുള്ളൊരു ഷോള് പോലത്തെ ഒരു പീസ്. ഷോളിൻ്റെ അത്ര വീതിയില്ല, ഒരു 10-12 ഇഞ്ച് വീതി മാത്രമേ ഉള്ളൂ. ഒരു സ്കാർഫൊക്കെ പോലത്തെ ഒരു സംഭവം നീളത്തിലുള്ളൊരു പീസായിരുന്നു. അപ്പോൾ അത് ഞാൻ നൈസായിട്ട് പൊക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ ക്ലോത്ത്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമ്മുടെ കറക്റ്റ് ക്രോപ്പ് ടോപ്പിൻ്റെ അത്രേ ഉള്ളൂ, അതിനേക്കാളും കുറച്ച് കുറഞ്ഞാലേ ഉള്ളൂ. അപ്പം നമ്മുടെ ഏകദേശം വണ്ണം നോക്കിയിട്ട് ഞാൻ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ബാക്കി പീസ് കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ പിടിച്ചാൽ കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല പാടാണ്. ഞാൻ പിന്നെ ഈ സൂചിയൊക്കെ വെച്ചിട്ട് പിൻ ചെയ്തിട്ടാണ് ബാക്കിത്തെ പരിപാടിയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പീസിന് നമ്മൾ പിന്നെയും ഒരു ഫോൾഡ് ചെയ്ത് 4 ഫോൾഡ് ആക്കിയിട്ടുണ്ട്, 4 മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെയും ഈ സൂചിയൊക്കെ കുത്തി വെക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ അല്ലൂസ് ഉള്ള കാരണം എനിക്ക് ഈ സൂചി വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ പേടിയായിരുന്നു. കാരണം ഏതെങ്കിലും ഒരെണ്ണം താഴെ വീണ് പിന്നെ അവനെടുത്തിട്ട് അങ്ങനെ പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ മേൾഭാഗം ആ അരികെ വന്നത് കൊണ്ട് കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ. അവിടെയാണ് നമുക്ക് ഈ നെക്ക് അടയാളപ്പെടുത്താനുള്ളത്. നെക്ക് കോമൺ അളവാണ്, 3 ഇഞ്ചാണ് നെക്കിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തുന്നത്. കോളർ നെക്ക് ആയതുകൊണ്ടാണ് നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഇഞ്ച് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മളൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചേച്ചി നേരത്തെ ഓർത്തിരിക്കാൻ പറഞ്ഞ 3 ഇഞ്ചാണല്ലോ എന്ന് ഓർക്കും. അപ്പം അങ്ങനെ ഈ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ടോട്ടൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു 8 ഇഞ്ചോളം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ അടയാളപ്പെടുത്താൻ അറിയാത്തവർക്ക് നമ്മുടെ കയ്യിൽ കറക്റ്റ് പാകത്തിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പ് എന്തെങ്കിലും എടുക്കുക. അവിടെ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെയും കറക്റ്റ് 3 ഇഞ്ചായിരുന്നു കേട്ടോ നെക്കിന്. അത് കഴിഞ്ഞിട്ട് സ്ലീവ് വന്നേക്കുന്ന അവിടെയും ഒന്ന് അടയാളപ്പെടുത്തുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ പൊതുവേ എനിക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടാത്ത സംഭവങ്ങളൊക്കെ ഞാൻ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അതിനുശേഷം സ്ലീവിൻ്റെ അറ്റം വരുന്നില്ലേ ജോയിൻറ്റ്, ആ ഭാഗം ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്താം. അതിനുശേഷം ആ ടോപ്പ് എടുത്ത് മാറ്റി കഴിയുമ്പോൾ നമ്മൾ ഈ അടയാളപ്പെടുത്തിയ വരകളൊക്കെ കാണും. ആ വരകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മുടെ അമ്മമാരുടെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു മെഷീൻ ഉണ്ട്, പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ ഒട്ടും അറിയില്ല, കട്ട് ചെയ്യാനൊന്നും അറിയില്ല. അങ്ങനെയുള്ളവർക്കാണ് ഞാനിപ്പോൾ ഈ ഒരു ടിപ്പ് പറഞ്ഞു തരുന്നത് കേട്ടോ. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ കുട്ടി എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് തോന്നും. പക്ഷേ ഞാൻ എങ്ങും സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല. അപ്പോൾ എൻ്റേതായ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അപ്പം നമ്മുടെ കറക്റ്റ് അളവിനേക്കാളും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് അതിൻ്റെ അകത്തായിട്ട് ഒരു ബോക്സ് കൂടി വരച്ചു കൊടുക്കണം. കാരണം തയ്യൽ തുമ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം തയ്യൽ തുമ്പ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കറക്റ്റ് അളവ് കിട്ടണമെങ്കിൽ അതിനേക്കാളും ചെറിയതായിട്ട് ഒരു എല്ല് പോലെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ നടുക്കൊരു കർവ് വരയ്ക്കുക. അതിനുശേഷം കഴുത്തിലേക്ക് വരാണെങ്കിൽ നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതിൻ്റെ താഴത്തേക്ക് ഒരു ഏകദേശം 1/2 ഇഞ്ച് ഇറക്കത്തിൽ ഇതുപോലെ കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് ശരിക്കും ബാക്ക് നെക്ക് മാത്രമാണ് ഇങ്ങനെ വേണ്ടത്. ഫ്രണ്ട് നെക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഇറക്കം കൂട്ടിയിട്ടാണ് കട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളിതേ ആ അകത്ത വരയിലൂടെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ അളവ് 3 എന്നല്ലേ പറഞ്ഞത്, പക്ഷെ അത് 3.5 വരും കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തയ്യൽ തുമ്പ് ഒഴിച്ചിട്ട് 3 ഇഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് ബാക്ക് നെക്ക് ഇപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബാക്ക് നെക്ക് എടുത്ത് മാറ്റാണ്. ഇനി ഫ്രണ്ട് നെക്കിൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ വിട്ട് ഒരു 3 ഇഞ്ച് നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വെട്ടിയിട്ടുണ്ട് ബാക്ക് നെക്കിൻ്റെ അളവിൽ. ഇനി ശരിക്കും 2.5 അതിൻ്റെ ലെങ്ത്ത് വേണ്ടത്, കഴുത്തിൻ്റെ ഇറക്കം വേണ്ടത്. അപ്പോൾ 2.5 എന്ന് പറഞ്ഞാൽ 1/2 ഓൾറെഡി വെട്ടിയിട്ടുണ്ട്. ഇനി ഒരു 2 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തിയിട്ട് താഴത്തേക്ക് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്കൊക്കെ സിമ്പിളായിട്ട് ഇതുപോലെ നോക്കി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ശരിക്കും കാണുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേഷനുള്ള പരിപാടിയായിട്ടൊക്കെ തോന്നും. പക്ഷെ വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയാൻ പറ്റും കേട്ടോ. ഞാനിത് സത്യം പറഞ്ഞ ഒരു 1/2 മണിക്കൂറിനുള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ താഴത്തേക്ക് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വിഡ്ത്ത് 3 ഇഞ്ചായിരുന്നു നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തിയത്. അപ്പോൾ അത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് കഴുത്ത് റൗണ്ടായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യുക കേട്ടോ. വളരെ സിമ്പിൾ. അപ്പോൾ ഫ്രണ്ട് നെക്ക് 2.5, ബാക്ക് നെക്ക് ജസ്റ്റ് 1/2 ഇഞ്ച് ലെങ്ത്തേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്കിത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എങ്കിലൊന്ന് പറയണം കേട്ടോ. കാരണം ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറഞ്ഞു തരണ്ടേ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം അത് കാരണം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഓക്കെ. അപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിത്തെ സ്റ്റിച്ചിങ് പരിപാടി വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മളിത് കാണുമ്പോൾ കോളർ നെക്ക് അല്ലെങ്കിൽ കോട്ട് കോളറിനൊക്കെ കാണുമ്പോൾ ഭയങ്കര പാടാന്ന് വിചാരിക്കും. പക്ഷെ അത്ര പാടില്ല, സിമ്പിളാണ്. അപ്പോൾ കട്ട് ചെയ്ത ശേഷം ദേ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഫ്രണ്ട് നെക്ക് ഇറങ്ങി ബാക്ക് നെക്ക് ആണ് കയറി നിൽക്കുന്നത്. അപ്പോൾ ഇതേ ഫേസ് ടു ഫേസ് നല്ല വശം വെച്ചിട്ട് നമ്മളിതാ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എനിക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യണ സമയത്തുണ്ടല്ലോ ഒറ്റയടിക്ക് ഇങ്ങനെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോണ പരിപാടി ഒട്ടും തന്നെ ഇഷ്ടമല്ല. കല്യാണത്തിന് മുമ്പൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും ഇതുപോലെ 100-150 രൂപയൊക്കെ ഒപ്പിച്ച് പെട്ടെന്ന് മെറ്റീരിയൽ എടുത്ത് ഒറ്റ ഇരിപ്പിന് സ്റ്റിച്ച് ചെയ്ത് പിറ്റേ ദിവസം കോളേജിൽ പോകുമ്പോൾ ആ സംഭവം ഇട്ടിട്ട് പോകും. പക്ഷേ ഇപ്പം കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ അല്ലൂസ് ജനിച്ച പിന്നെ മനസ്സമാധാനമായിട്ട് ബാത്റൂമിൽ പോലും പോകാൻ പറ്റാറില്ല സത്യം പറഞ്ഞാൽ. അത് കാരണം ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത് കുറച്ച് റിസ്ക്കാണ്. അപ്പം അതേ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് തുണി ഇതേത് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. മടക്കിയ ശേഷം ഞാൻ ആ ഒരു പിന്നൊക്കെ കുത്തി കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടണിലായിരുന്നെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഉണ്ടല്ലോ, ഫ്രണ്ട് നെക്ക് ഒരു 2 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഈ 2 ഇഞ്ച് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആ നെക്കിൻ്റെ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ അത് നമ്മൾ അളന്നെടുക്കുക. ആ ഒരു അളവാണ് ഇനി കോളർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട അളവ്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ അളക്കുക. അപ്പോൾ ഒരു 6.5 കിട്ടും. ഇതിപ്പോൾ ക്ലോത്ത് നമ്മൾ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പം നിവർത്തി കഴിയുവാണെങ്കിൽ ഈ 6.5 ടോട്ടൽ 13 വേണ്ടത്. മടക്കി ഇട്ടത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ 6.5 കിട്ടിയത്. ഇനി നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്ന തുണി എടുക്കുക. അത് 2ആയിട്ട് മടക്കിയിട്ടുണ്ട് ഞാൻ. അതിന് ഒന്നുകൂടി മടക്കി 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതിലാണ് നമ്മൾ കോളർ കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കോളറിൻ്റെ പരിപാടിയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ 1/4 പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ 4 ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ആ സൂചിയൊക്കെ കുത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മടങ്ങിയ വശം നമ്മുടെ നേരെയും ആ അരികൊക്കെ വന്ന വശം ഓപ്പോസിറ്റായിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേളിലോ താഴെയായിട്ടോ ഏതെങ്കിലും ഒരു സൈഡിൽ ആ 6.5 നമ്മൾ അളന്നില്ലേ അത് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. 6.5 അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടെ നിന്ന് താഴത്തേക്ക് ലെങ്ത്ത് ഒരു 4.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. 4 മതി, തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ടാണ് 4.5. അപ്പോൾ നമ്മൾ ഈ അടയാളപ്പെടുത്തിയതൊക്കെ കൂടി ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഒരു സ്ക്വയർ മാതിരി കിട്ടും, ഒരു ചതുര ഷേപ്പിൽ ഒരു ബോക്സ് മാതിരി കിട്ടും. അതിൽ നമ്മൾ ആദ്യം 6.5 അടയാളപ്പെടുത്തിയില്ലേ മേൽഭാഗത്ത്, ആ മേൽഭാഗത്തിൻ്റെ അവിടെ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ 3 ഇഞ്ച് എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നെക്ക് അടയാളപ്പെടുത്തിയില്ലേ ഒരു 3 ഇഞ്ച്, ആ 3 ഇഞ്ചാണ് ഇവിടെ 3 ഇഞ്ചായിട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ 2 ഇഞ്ചാണ് അവിടെ എടുത്തെങ്കിൽ ഇവിടെ 2 ഇഞ്ച് എടുക്കുക. നമ്മൾ 3 ഇഞ്ച് എടുത്തത് കൊണ്ട് ഇവിടെയും ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിൻ്റെ നേരെയായിട്ട് വരുന്ന താഴത്തേക്ക് വരച്ച ഒരു 4.5 മാർക്ക് ചെയ്തിട്ടുണ്ടായില്ലേ അവിടെ ആയിട്ട് ഒരു 1.5 അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഈ 3.5യും ആ 1.5യും തമ്മിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെരിവ് പോലെ കിട്ടും. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പണ്ട് ഈ ഓടിട്ട വീടൊക്കെ വരയ്ക്കില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു ഷേപ്പായിട്ട് കിട്ടും. ഇങ്ങനെ ഓട് വീടിൻ്റെ ഒരു ഷേപ്പ്. താഴ്ഭാഗം സ്ട്രെയിറ്റ് വരെയായിരിക്കും, പക്ഷെ അതിൻ്റെ ആ മൂലയായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കയറ്റിയിട്ട് ഇതുപോലെ അത് അടയാളപ്പെടുത്തൊന്നും വേണ്ട, നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഇതുപോലെ കയറ്റി ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ വരച്ചേക്കുന്നിടത്തു കൂടെ ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാണ് നമ്മുടെ ഷോൾഡർ അല്ലല്ല കോളറാണ് സംഭവം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇവിടെ മേൽഭാഗം ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തില്ലേ അതും കൂടിയും കട്ട് ചെയ്യണമായിരുന്നു. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ളത് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അറ്റം മുതൽ കട്ട് ചെയ്ത് തുടങ്ങണം. 3 ഇഞ്ചിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 2 സെയിം പീസ് കിട്ടും, സെയിം ആയിട്ടുള്ള 2 പീസ് കിട്ടും. ഈ പീസ് നിവർത്തി വെച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഓടിട്ട വീടെന്ന് പറഞ്ഞില്ലേ ആ സൈഡ് ഒഴിച്ച് ബാക്കിയുള്ള 3 സൈഡും നമ്മൾ നല്ല വശവും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് വരച്ച് കാണിച്ചത് കേട്ടോ. അപ്പോൾ ആ വരച്ച് കാണിച്ച അത്രയും സ്ഥലമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 3 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും. അത് മറിച്ചിടുമ്പോൾ ചീത്തവശം അകത്തേക്കും നല്ല വശം പുറത്തേക്കും വരും. പിന്നെ ഇത് മറിച്ചിടുന്നേക്കാൾ മുമ്പായിട്ട് ഇതിൻ്റെ കോർണറൊക്കെ ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്യണം. എന്നാലാണ് നല്ല ഷാർപ്പായിട്ട് ഇത് മറിച്ച് കഴിയുമ്പോൾ അരികും മൂലയൊക്കെ കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. അങ്ങനെ നമ്മൾ 3 സൈഡും കോളറിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ആണുള്ളത്. അത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുമിച്ച് വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് റഫായിട്ട്. കാരണം ഇത് ഈ ഒരു തുണി ആയതുകൊണ്ട് തന്നെ തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കാരണം നെക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ തെന്നി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരുമിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കോട്ടൺ മെറ്റീരിയലിലാണെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്
രണ്ടായിട്ട് മടക്കിയിട്ട് നടുക്കായിട്ട് ഞാനൊരു നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് നെക്കിൽ ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ നടുഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ഒരുമിച്ച് വെച്ചിട്ട് ആ കട്ട് ചെയ്ത് കൊടുത്തുനിന്ന് മുതൽ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ അപ്പുറത്തെ സൈഡും ആ നടുക്ക് നിന്ന് തുടങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്തതിൽ എന്തേലും ഒരു മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ രണ്ട് സൈഡിലും ഒരേപോലെ ബാധിച്ചോളും. അപ്പോൾ പിന്നെ അതൊരു മിസ്റ്റേക്കായിട്ട് കാണുന്നവർക്ക് തോന്നില്ല. രണ്ട് സൈഡും ഒരേപോലെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊരു ട്രെൻഡാണെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി ആരെങ്കിലും ചോദിച്ചാൽ. അതല്ലാത്ത പക്ഷം ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റേ സൈഡിൽ നിർത്തുവാണെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡ് കോഞ്ഞാടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഒരു സൈഡിൽ ഒരു വ്യത്യാസം മറ്റേ സൈഡിൽ വേറൊരിത് അങ്ങനെ ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഇതിപ്പോൾ രണ്ടും ഒരേ മാതിരി ഇരിക്കുമ്പോൾ അങ്ങനെ അത് അറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണെന്നാണ് പറഞ്ഞാൽ മതി. ഇതിപ്പോൾ ഞാനൊരു ഷർട്ട് മോഡലാണ് ഉദ്ദേശിക്കുന്നത്. അത് കാരണം ഫ്രണ്ട് സൈഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള ക്ലോത്ത് ഞാൻ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സംഭവം നിവർത്തുമ്പോൾ നല്ല നീളം ഉണ്ടാകും. കണ്ട ഇതുപോലെ നീളത്തിലുള്ള ഒരു പീസാണ്. നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രണ്ടിൽ ഒരു 2 ഇഞ്ച് ബാലൻസ് അവിടെ ഒന്നും സ്റ്റിച്ച് ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടപ്പുണ്ടാവും. അവിടേക്കാണ് ഈ ഒരു നീളത്തിലുള്ള ഒരു പീസ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയപ്പോൾ ഒരു 2 ഇഞ്ച് വിട്ടിട്ടാണല്ലോ നമ്മൾ അളവെടുത്തത്. ആ 2 ഇഞ്ചിൻ്റെ ഭാഗത്തേക്കാണ് ഇതിപ്പോൾ ഈ ഒരു പീസ് വെച്ച് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ കോളറിൻ്റെ അവിടെ നിന്ന് ഒരു എല്ല് ഷേപ്പായിട്ടായിരിക്കും വരിക. അരികത്തു കൂടെ സൂക്ഷിച്ച് ക്രോപ്പ് ടോപ്പിൻ്റെ താഴെ എൻഡ് വരെ ഇതുമാതിരി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ വെച്ചേക്കുന്ന പീസ് അത്രയും വീതി ഉള്ളത് കാരണം അതങ്ങനെ കാണുമ്പോൾ കുറച്ച് വൃത്തികേടായിരിക്കും. അപ്പോൾ അതെന്താ ചെയ്തതെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അരികൊക്കെ ഇതുപോലെ ഷാർപ്പായിട്ട് ഇത് കട്ട് ചെയ്യാൻ കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ മറിച്ചിട്ട് കഴിയുമ്പോഴാണ് ശരിക്കുള്ള ആ കോളറിൻ്റെ ഇവിടെ ഇങ്ങനെ വിടർന്ന് വന്ന ഒരു സംഭവമില്ലേ ആ സംഭവം കിട്ടുക. ആ ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് കഴിയുമ്പോൾ അതൊന്ന് പതിച്ചടിക്കണം. എന്നാലാണ് നല്ല കറക്റ്റായിട്ട് കിട്ടാൻ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് വിടർന്നിരിക്കുക. അപ്പോൾ അതേ ഞാനിത് പതിച്ചടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു വെച്ച് അടിച്ച പീസ് കുറച്ച് വീതി കൂടുതലാണ്. ഇത് നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ഇത് ഇത്രയും വീതിയിൽ പുറമേ കാണുന്നത് ഒരു വൃത്തികേടാണ്. അപ്പോൾ അത് കാരണം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അകത്തുനിന്ന് ആ വെച്ചടിച്ച പീസ് പകുതിയോളം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ഒരു പടിയുടെ ഒക്കെ ഒരു വീതിയിൽ അത്രയും വീതിയിൽ ആക്കിയിട്ട് അവിടെ തുന്നി പിടിപ്പിക്കണേക്ക് മുമ്പായിട്ട് അതിൻ്റെ അരിക അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അതിൻ്റെ അരിക അടിച്ച് അവിടെ ജസ്റ്റ് തുന്നി പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതേ അതിൻ്റെ ആ ഒരു ബട്ടൺസ് വെക്കുന്ന ഏരിയ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് സ്ലീവിൻ്റെ അരി ഞാൻ സത്യം പറഞ്ഞാൽ ഓർക്കണേ. അപ്പോൾ നമുക്ക് ഇനി സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് തുണി തികയുന്നുണ്ടായില്ല. അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും തുണി മാത്രമാണ് ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാണ്. ശേഷം അതിനെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് സിമ്പിളായിട്ട് ഒരു സാൻഡ്വിച്ചൊക്കെ കട്ട് ചെയ്യില്ലേ അതുപോലെ ഇതുപോലെ കോണിച്ച് ഒന്ന് കട്ട് ചെയ്യാം. ഈ ഒരു സ്ലീവിൻ്റെ പേരെന്താന്ന് എനിക്കിപ്പോൾ മറന്നുപോയി ഞാൻ. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഈ യൂണിഫോമത്തിൻ്റെ ഒക്കെ കൈ ആയിട്ട് ഇങ്ങനെ വെക്കും. നമ്മൾ കൈ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ ആ ഒരു സ്ലീവാണ്. നല്ല അടിപൊളി സ്ലീവാണ്. കുറച്ചൊരു ക്യൂട്ട്നെസ് തോന്നും കേട്ടോ ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ആ സ്ലീവാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ഇനി വളരെ സിമ്പിളാണ്. സാധാരണ നമ്മൾ ടോപ്പ് അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യണ മാതിരി സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അടിഭാഗം കട്ട് ചെയ്തിട്ട് മടക്കി അടിക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ കാണുന്ന അത്രയും പാടില്ല ഈ ഒരു കോട്ട് കോളർ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ദേ അരികൊക്കെ അടിച്ചു, അടിഭാഗം മടക്കി അടിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ കോട്ട് കോളറിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 10:30 കഴിഞ്ഞു. അപ്പോൾ അല്ലൂസിന് ഇനി പോയിട്ട് കൊണ്ടുവരണം. നമ്മൾ അല്ലൂസിനെ വീട്ടിലാക്കിയത് ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത്. വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതേ ചെക്കൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 12:30-12:45 ആയിട്ടുണ്ട്. ഇവൻ കിടന്നുറങ്ങുമ്പോൾ ഒരു 2 മണിയെങ്കിലും ആവും. അപ്പോൾ അവനും അവൻ്റെ അച്ഛയും തമ്മിലുള്ള ഗുസ്തിപിടുത്തമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ ഈ ഗുസ്തിപിടുത്തം എൻ്റെ നേരെയാണ്. അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ഒട്ടും തന്നെ സമയം കിട്ടാറില്ല. മിക്കവരും പറയാറുണ്ട് ചേച്ചി ലോങ് വീഡിയോ ഇടാൻ. പക്ഷേ ഇതാണ് പ്രശ്നം. അപ്പോൾ അതേ ഞാൻ പിറ്റേ ദിവസം
ദിവസം നമ്മുടെ ക്രോപ്പ് ടോപ്പ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. പിന്നെ 3 ബട്ടൺസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു സ്കേർട്ടിന്റെ ഒപ്പമാണ് പെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ ഒപ്പം ദേ നമ്മുടെ അല്ലൂസ് മേക്കപ്പ് ചെയ്യാൻ കയറി. അപ്പോൾ അതെല്ലാവരും കാണിച്ചു കൊടുക്കാനായിട്ട് ദേ വന്നേക്കാണ്. അതിനുശേഷം ദേ എഡിറ്റിംഗ് സമയമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേക്കൻ സമ്മതിക്കേ ഇല്ല, ഫുൾ ടൈം ഗുസ്തിപിടുത്തം തന്നെ. അപ്പം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.